തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി വിദ്യാർത്ഥിയുടെ പരാതി. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പരാതി നൽകിയത്. ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ചെവിക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, എങ്ങനെയാണ് ഒരു മർദ്ദനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്? എന്താണ് വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായ കാര്യം? പോലീസ് വിശദീകരിക്കുന്നത് എന്താണ് ജയശങ്കർ? റിജിത്ത്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയെ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുന്നത്. SFI യൂണിറ്റ് കമ്മിറ്റി അംഗം ആകാശിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മർദ്ദനം നടത്തിയതെന്നാണ് മർദ്ദനത്തിനിരയായ യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി പറയുന്നത്. നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സുഹൃത്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അതിക്രമം നേരിടേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ ഈ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനെ പിന്തുണച്ചതും അദ്ദേഹത്തിനൊപ്പം നിന്നതാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ ഇദ്ദേഹം ആരോപിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. SFI പ്രവർത്തകരായ ആദിൽ, ആകാശ്, അഭിജിത്ത്, കൃപേഷ്, അമീഷ് എന്നിങ്ങനെ ഉള്ള ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 2 പേരെയും കൂടി കേസിൽ നിലവിൽ പ്രതി ചേർത്തിട്ടുണ്ട്. മ്യൂസിയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 7 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. വിശദമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ്. എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിൽ ഈയിടെ തന്നെയാണ് ഈ ഭിന്നശേഷിക്കാരന് മർദ്ദനമേൽക്കുന്നത്. പിന്നീട് അത് വലിയ മാധ്യമ വാർത്തയായിരുന്നു. ആ ഘട്ടത്തിൽ ഭിന്നശേഷിക്കാരനൊപ്പം നിന്ന ലക്ഷദ്വീപ് സ്വദേശിയായ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിക്കാണ് നിലവിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മർദ്ദനം. ആ ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചികിത്സ തേടുകയും ചെയ്തു. വിദ്യാർത്ഥിയുടെ ചെവിക്കാണ് ഈ മർദ്ദനത്തിൽ നിലവിൽ പരിക്കേറ്റത്. എന്തായാലും കോളേജിലെ SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തന്നെയാണ് ഈ കേസിലും ആരോപിതർ എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.